ഇന്ന് നമുക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ച്ചാലോ. അപ്പോൾ ഇതാണ് അളവിന് വേണ്ടിയിട്ട് എടുത്തുള്ള ചുരിദാർ കേട്ടോ. ഇതാണ് അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് ശരിക്കും ചുരിദാറിൻ്റെ മെറ്റീരിയലല്ല. നമ്മൾ മാക്സിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെറ്റീരിയൽ നല്ല നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഒരു മാക്സി തയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു മെറ്റീരിയലായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചുരിദാർ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഈ തുണിയൊക്കെ നിവർത്തി നോക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴേ നിവർത്തി നോക്കിയിട്ടാണ് മേടിക്കുക. എന്നിരുന്നാലും ഞാൻ ഇവിടെ നിവർത്തി കാണിച്ചു തരികയാണ്. അതിലെല്ലാം ഡാമേജൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ കടയിൽ നിന്ന് തന്നെ നിവർത്തി നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതിൽ കാണുന്നത് പോലെ മടക്കുക കേട്ടോ. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മളിപ്പോൾ ഏത് സൈഡ്, തുണിയുടെ ഏത് സൈഡിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ മടക്കി കൊടുക്കുക. ഞാനിത് ആ തുണി മുഴുവനായിട്ട് ഇതുപോലെ തന്നെ മടക്കിയിടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഉൾവശം ഉണ്ടാവുമല്ലോ, അവിടെ വേണം നമ്മൾ അളവൊക്കെ കൊടുക്കാൻ കേട്ടോ. നമ്മുടെ നല്ല വശം ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഡ്രസ്സ് കാണാത്ത ഭാഗം ഉണ്ടാവില്ലേ, ആ ഭാഗത്ത് വേണം നമ്മൾ അളവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് മുകൾ മുതൽ താഴെ വരെ ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക. എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് ആ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ആ ഒരു തുണി ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കുക. അത്ര ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലായിടത്തും നമുക്കൊന്ന് മടക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അളവിനെടുത്ത ചുരിദാറുണ്ടല്ലോ, അതിൻ്റെ അളവ് നോക്കാം കേട്ടോ. ആദ്യം ഇറക്കമാണ് നോക്കുന്നത്. ആദ്യം എത്ര ഇറക്കമുണ്ട് നോക്കാം. അതിന് ആ ചുരിദാറും ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ മടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കതിൻ്റെ ഇറക്കം എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും ഇറക്കം, നമ്മുടെ ഷോൾഡർ മുതൽ നമുക്ക് എത്ര ഇറക്കം വേണോ അത്രയും പിടിക്കുക. അപ്പോൾ ഞാൻ ഇതിനൊരു 43 സെൻറ്റിമീറ്റർ ഇറക്കമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തുണി ചുളിവൊന്നും വരാത്ത വിധത്തിൽ നന്നായി നിവർത്തിയിടുക. കാരണം ചുളിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അളവിൽ അതിന് മാറ്റം വരും. അപ്പോൾ ചുളിവൊക്കെ നിവർത്തി നല്ല വൃത്തിയിൽ തന്നെ നമ്മുടെ അളവിനുള്ള മെറ്റീരിയൽ, അളവാണെങ്കിലും നമ്മൾ തയ്ക്കാൻ പോകുന്ന മെറ്റീരിയൽ ആണെങ്കിലൊക്കെ ചുളിവ് നിവർത്തിയിട്ട് വേണം വിരിച്ചെടുക്കാൻ കേട്ടോ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഷോൾഡർ മുതൽ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത്രയും ഇറക്കം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലൊരു 43 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. തയ്യൽ തുമ്പ് അടക്കം 44 എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയും കുറച്ച് തുണി പോവും, പിന്നെ അടിയും മടക്കി അടിക്കുമ്പോൾ കുറച്ച് തുണി പോവില്ല. അപ്പോൾ ഒരു 43 എടുക്കുമ്പോൾ ഒരു 2 സെൻറ്റിമീറ്ററും കൂടുതൽ എടുക്കുക. അപ്പോൾ ഒരു 45 എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 45ആണ് എടുത്തിരിക്കുന്നത്. ആ 45 ഇതുപോലെ അളവ് ഇട്ട് കൊടുക്കുക. നമ്മുടെ മെറ്റീരിയലിൽ അളവിട്ട് കൊടുക്കുക. 2 സൈഡിലും അളവിട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു സൈഡിലല്ലേ അളവെടുത്തത്, അതുപോലെ അപ്പുറത്തെ സൈഡിലും 45 സെൻറ്റിമീറ്റർ അളവെടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 2 പോയിന്റിൽ നിന്ന് നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വളയാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അത്ര എക്സ്പേർട്ടൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു ചെരിവും വളവും ഒക്കെ വരും. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഒരു ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സൈഡ് അടയാളം ഇടണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ 45 സെൻറ്റിമീറ്ററിന് ഞാൻ അളവ് ഇതുപോലെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. കാണാനില്ലേ, ഇതുപോലെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഈ ഒരു ലൈനിൽ പിടിച്ചിട്ട് നമ്മൾ തുണിയെ ഒന്നുകൂടെ മടക്കി കൊടുക്കുക. അതെങ്ങനെ മടക്കണമെന്നുള്ളത് വീഡിയോയിൽ കാണും ഇതുപോലെ. കാരണം നമുക്ക് ആ ഇറക്കം കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ലൈനിൽ പിടിക്കണം എന്ന് പറഞ്ഞത്. ഇനി ഇതുപോലെ പിടിച്ചിട്ട് തുണി നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ തയ്ക്കുമ്പോഴുള്ള മടക്കി കൊടുക്കണം. കാരണം എങ്ങനെയാണ് തുണി വിരിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലല്ലേ. ഇത്രയേ ഉള്ളൂ. ഒറ്റ തവണ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു മടക്ക് നമ്മൾ അറിഞ്ഞാൽ മതി. ഇത് അറിഞ്ഞാൽ തന്നെ നമുക്ക് ചുരിദാർ വെട്ടാനുള്ളതിൻ്റെ പകുതി പഠിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി അത് തുണിയിൽ കട്ട് ചെയ്യണതും അല്ല മടക്കണത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു പേപ്പറിലും കൂടെ മടക്കണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നമ്മൾ നേരത്തെ തുണി ഇതുപോലെയാണ് ഇങ്ങനെ പിടിച്ചു ഫ്രണ്ടിലോട്ട് മടക്കി കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ ഇറക്കം എത്രയാണെന്നുള്ളത് അളന്നൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക.
ഇതുപോലെയല്ലേ നമ്മൾ നേരത്തെ തുണിയിലും അളവ് കൊടുത്തത്. ഇനി ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ തുണിയിൽ മടക്കിയത് കേട്ടോ. തുണി അത്രയും ലെങ്ത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പേപ്പറിലും കൂടെ ഒന്ന് കാണിച്ചു തന്നത്. ഇതുപോലെ കണ്ടില്ലേ, പേപ്പറിലും ഇതുപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് മടക്ക് ഇപ്പോൾ എങ്ങനെയാണ് മടക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ മടക്കേണ്ട കാര്യം. ഇനി നമ്മൾക്ക് അതിൻ്റെ മറ്റുള്ള അളവുകളും കട്ടിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചുരിദാറിൻ്റെ കഴുത്താണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചില ആളുകൾ ഫ്രണ്ടിൽ കുറച്ച് ഇറക്കമുള്ള കഴുത്തും ബാക്കിൽ കുറച്ച് ഇറക്കം കുറഞ്ഞ കഴുത്തും അത് തിരിച്ചും അങ്ങനെയൊക്കെ പല തരത്തിൽ കഴുത്ത് കട്ട് ചെയ്യാറുണ്ട് അല്ലേ. ഞാനിതിന് ഫ്രണ്ടിലും ബാക്കിലും ഒരേ അളവിലാണ് കഴുത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ ഒരു സൈഡിൽ കുറച്ച് കുറവ് അങ്ങനെയൊന്നും എടുക്കണില്ല. രണ്ട് സൈഡിലും ഒരേ ഇതിലാണ് കേട്ടോ, ഒരേ അളവാണ് കൊടുക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഒരേ അളവ്. അതിനുവേണ്ടി നമ്മൾ അളവ് ആദ്യം നമ്മുടെ മെറ്റീരിയലിൻ്റെ മുകളിൽ ഇതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മുടെ ഷോൾഡർ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ കഴുത്തിന് എത്ര ഇറക്കമുണ്ട് നോക്കുക. അതിന് അത്ര ഇറക്കം മതി. എത്രയാണോ ഇറക്കം നമുക്ക് വേണ്ടത് അത്രയും ഇറക്കത്തിൽ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 പോയിൻ്റ് കണ്ടില്ലേ, ആ 2 പോയിൻറ്റിന് നമ്മളൊരു ചതുരം ടൈപ്പിൽ വരച്ചു കൊടുക്കുക. ഇതുപോലെ ആദ്യം തന്നെ കഴുത്ത് വരയ്ക്കരുത്, ആദ്യം ഒരു ചതുരാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ 2 പോയിൻറ്റും ഇതുപോലെ ജോയിൻ ചെയ്യിച്ചിട്ട് ഒരു ചതുരം വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ചതുരത്തിനുള്ളിൽ വേണം നമ്മൾ ഏത് മോഡൽ കഴുത്ത് തയ്ക്കുകയാണെങ്കിലും വരച്ചു കൊടുക്കേണ്ടത്. ചതുരം ആയിക്കോട്ടെ, റൗണ്ട് ആയിക്കോട്ടെ, ഇനി വേറെ ഏതെങ്കിലും മോഡലായിക്കോട്ടെ, ഇതിൽ വേണം കേട്ടോ നമ്മൾ അത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു വട്ടത്തിലുള്ള കഴുത്താണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചതുരത്തിനുള്ളിൽ തന്നെ ഞാൻ ആ വട്ടം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അളവ് ഏതാണോ ആ അളവ് അതുപോലെ നമ്മുടെ മെറ്റീരിയൽ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിലുണ്ടല്ലോ ഇത് കാണുന്നത് പോലെ കൈയും ഷോൾഡറും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. കൈക്കുഴിയിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി നടുവിലായിട്ട് നമ്മൾ ഇതുപോലെ വിരൽ നമ്മൾ വയ്ക്കുക. വിരൽ വെച്ചിട്ട് നമ്മുടെ വിരലൊന്ന് അമർത്തി വയ്ക്കുക. അമർത്തി വെച്ചിട്ട് നമ്മുടെ ഈ അളവൊന്ന് മറിച്ച് കൊടുത്താൽ നമ്മുടെ ആ വിരലിൻ്റെ ആ ഒരു അടയാളം അവിടെ കാണുമല്ലോ, അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 3 പോയിൻ്റ് കിട്ടിയില്ലേ. ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി, നടുക്ക് ഒരു പോയിൻ്റ് കിട്ടി, കൈക്കുഴിയിൽ ഒരു പോയിൻ്റ് കിട്ടി. ഇനി 3 പോയിൻറ്റും കൂടിയിട്ട് ഒരു കർവ് ടൈപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈക്കുഴി എടുക്കാനുള്ള പണി. അപ്പോൾ നമ്മുടെ കൈക്കുഴിയായി, കഴുത്തായി, കൈക്കുഴിയായി. ഇനി നമ്മൾക്ക് നമ്മുടെ ഷേപ്പ് വേണമല്ലേ. അപ്പോൾ നമ്മൾ അളവ് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഷേപ്പ് ഏതാണോ, കാരണം നമ്മുടെ അളവിലുള്ള ഷേപ്പ് ഉണ്ടാവില്ലേ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 2 ഇഞ്ച് കൂടുതൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ അതേ ഷേപ്പിൽ തന്നെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈറ്റ് ആവും. അപ്പം നമ്മൾ എന്ത് വേണം ചെയ്യുക, ഒരു 2 ഇഞ്ചും കൂടി കൂടുതൽ അടയാളപ്പെടുത്തിയിടുക. അവിടെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ ഒറിജിനൽ അളവ് ഏതാണോ അവിടെ തന്നെ പോയിട്ട് ഓപ്പണിൻ്റെ അവിടെ അളവിടണം കേട്ടോ. ഇനി അഥവാ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൊടുക്കുക. ഇപ്പോൾ ഇതിന് അതേ അളവ് തന്നെ മതി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഞാൻ ചെറിയൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒറിജിനൽ അളവും നമ്മൾ കട്ട് ചെയ്യേണ്ട അളവും 2 അളവ് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 അളവ് നമ്മൾ നേരത്തെ വരച്ചല്ലോ, അതിന് നടുവിലായിട്ട് ഒരു ചെറിയൊരു ലൈനും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു ലൈനിൽ വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മുടെ അളവ് അതുപോലെ തന്നെ തയ്ച്ചെടുക്കരുത്. പ്രത്യേകിച്ച് കോട്ടൻ്റെ മെറ്റീരിയലാകുമ്പോൾ നമ്മൾ കുറച്ച് ലൂസിൽ തയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. കാരണം ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുങ്ങുന്നതാണ്. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് തുമ്പിട്ട് കൊടുക്കുക. നാളെ നമുക്ക് ടൈറ്റ് ആയാലും ശരി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തുമ്പിട്ട് കൊടുത്തിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഹിപ്പ് വരെയുള്ള അളവ് നമ്മൾ എടുത്തു അല്ലേ. ഇനി താഴത്തേട്ടുള്ള അളവ് നമുക്ക് എടുക്കണമല്ലോ. അത് നമുക്കറിയാം, ഒരു സ്ട്രൈറ്റ് ലൈനാണല്ലേ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇവിടുത്തെ വീതി എത്രയാണെന്നുള്ളത് നോക്കുക. വീതി നോക്കിയതിന് ശേഷം ആ വീതി, ഇപ്പോൾ ഇതിന് വീതി വന്നിട്ടുള്ളത് ഒരു 10.5 വീതി വന്നിട്ടുള്ളത്.
അപ്പോൾ അതൊരു 11.5 ഒക്കെ ആയിട്ട് എടുക്കുക. കാരണം നമുക്ക് ഓപ്പണിൻ്റെ അവിടെ ഒന്ന് മടക്കി തയ്ക്കേണ്ടതല്ലേ. അപ്പോൾ അതിനുള്ള തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ട് വേണം അളവിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനും വന്ന് താഴത്തോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അളവെടുത്ത് മാർക്ക് ചെയ്യലും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അളവൊക്കെ അളവിൻ്റെ ആവശ്യം ഇനി വരുന്നില്ല. അളവെടുത്തു, അത് എങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്തു. ഇത്രയും പഠിച്ചാൽ തന്നെ നമ്മൾക്ക് പിന്നെ നമുക്ക് തയ്ക്കാൻ അറിയാമല്ലോ. തയ്ക്കാൻ പിന്നെ ഈ ഒരു ലൈൻസിലൂടെ അങ്ങോട്ട് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കഴുത്ത് തയ്ച്ചു. ആദ്യം ഒരു ചതുരം വരയ്ക്കുക. ആ ഒരു ചതുരത്തിൽ വേണം നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാൻ. പിന്നെ അതുപോലെ കൈക്കുഴി എടുത്തു. ആദ്യം നമ്മൾ 3 പോയിൻ്റ് ഇതുപോലെ കൊടുത്തു, അതിന് ജോയിൻ ചെയ്തിട്ട് കൈക്കുഴി വരച്ചു. പിന്നെ ഇതുപോലെ നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തി, ഒറിജിനൽ ഷേപ്പും കട്ട് ചെയ്യാനുള്ള ഷേപ്പും പിന്നെ നമ്മൾ തയ്ച്ചു കൊടുക്കാനുള്ള ഒരു ലൈനും കൂടിയിട്ട് നമ്മൾ വരച്ചു കൊടുത്തു. അങ്ങനെ 3 ലൈന് നമ്മൾ ഇട്ട് കൊടുത്തു. അതിൽ ആ പിങ്ക് ലൈൻ അതിലൂടെയാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ അത് വരച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് ഓപ്പണിൻ്റെ അവിടെ നിന്ന് മടക്കി തയ്ക്കാനുള്ള ആ സ്ട്രെയിറ്റ് ലൈനും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അളവൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കാനുള്ള പണിയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കഴുത്താണ്. ആദ്യം നിങ്ങളുടെ ഇഷ്ടമാണ് കഴുത്ത് എവിടെയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ കഴുത്താണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. നമ്മൾ കഴുത്തൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കത്രിക മുഴുവനായും തുണിയോട് കട്ട് ചെയ്യാതെ ഇങ്ങനെ ചെറിയ ചെറിയ പോയിൻ്റായിട്ട് കട്ട് ചെയ്തിട്ടും അങ്ങനെ പിന്നെ കൂടുതൽ തുണിയെടുത്ത് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് കൈക്കുഴിയാണ് കട്ട് ചെയ്യേണ്ടത്. കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ആ ഭാഗത്ത് നിന്ന് മാറേണ്ടി വരും. അപ്പോൾ അത് വീഡിയോയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ആദ്യം താഴേന്ന് കട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. താഴേന്ന് കട്ട് ചെയ്തിട്ട് കൈക്കുഴി ലാസ്റ്റ് വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ കട്ടിങ് ഏകദേശം ആയി. ഇനി നമുക്ക് ഈ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നാലാണ് സെപ്പറേറ്റ് 2 പീസായിട്ട് കിട്ടുള്ളൂ. ബാക്ക് പീസും ഫ്രണ്ട് പീസും ആയിട്ട് 2 പീസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഷോൾഡറും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? കൈ കട്ട് ചെയ്യാനുണ്ട്. കഴുത്ത് ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് മടക്കി തയ്ക്കണം. എന്നാലാണ് കഴുത്തിനൊരു വൃത്തി കിട്ടുള്ളൂ. അതും കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഈ കൈക്കുഴി വെട്ടിയതിൻ്റെ ഒരു ബാലൻസ് തുണി കണ്ടില്ലേ? ഈ ഒരു തുണി കൊണ്ട് നമുക്ക് കൈ തയ്ച്ചു കൊടുക്കാം. പക്ഷെ നമുക്ക് താഴെ വെട്ടിയെടുത്തതിൻ്റെ ബാക്കി തുണിയുള്ളതുകൊണ്ട് അതുകൊണ്ട് കൈ തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗം കിട്ടിയല്ലോ നമുക്ക്. ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ കഴുത്തിനുള്ള കട്ട് പീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കഴുത്തിന് കട്ട് പീസ് തയ്ക്കണമെന്നുള്ളത് നോക്കാം. ഇതിങ്ങനെ തുണി നമുക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ തയ്ക്കുന്നത്. അഥവാ തുണി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പീസ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു റിബൺ പോലെ നമ്മൾ ആക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ കഴുത്ത് തയ്ച്ചെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ എടുത്ത തുണി ഉണ്ടല്ലോ, ആ തുണിയുടെ മുകളിൽ നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച കഴുത്തുണ്ടല്ലോ, നമ്മുടെ മെറ്റീരിയലിലെ കഴുത്തുണ്ടല്ലോ, ആ കഴുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. മുഴുവനായിട്ടല്ല വെച്ച് കൊടുക്കേണ്ടത്, ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് തുമ്പ് താഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒന്നുമില്ല, ഇതുപോലെ കഴുത്തിൻ്റെ അളവ് നമ്മൾ ചോക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ കഴുത്തൊന്ന് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിന് വെച്ച് കൊടുക്കേണ്ട കട്ട് പീസ് റെഡിയായി. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ കട്ട് പീസ് റെഡി ആയിട്ടാ, കഴുത്തിനുള്ള കട്ട് പീസ് റെഡിയായി. ഓക്കെ, ഇനി ഇനി എന്താ കട്ട് ചെയ്യാനുള്ളത്? കൈ കട്ട് ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ കൈ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു തുണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കയ്യിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച തുണി ഉണ്ടല്ലോ, അത് എത്രയാണോ നമുക്ക് ഇറക്കം വേണ്ടത് അത്രയും ഇറക്കത്തിന് അത് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഷോൾഡറും കൈയും കൂടി ജോയിൻ ചെയ്യണ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അളവിനുള്ള കാര്യം വേണ്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ എടുക്കുക. ഇത്രയാണ് നമുക്ക് കയ്യിന് ഇറക്കാൻ വേണ്ട കേട്ടോ. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽ എടുക്കാം. ആ മെറ്റീരിയൽ ഇതുപോലെ ആ പോയിൻ്റ് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ പോയിൻ്റില്ലേ, ആ പോയിൻറ്റും ഈ മെറ്റീരിയൽ ഈ ഒരു ഭാഗം കൂടിയിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുത്ത് കട്ട് ചെയ്തതുപോലെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈവണ്ണം കൂടി ഒന്ന് അളവ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനും കൂടെ ഒന്ന് തയ്യൽ തുമ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ കൈവണ്ണത്തിനും കുറച്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ 3 പോയിൻ്റാണ് എടുത്തല്ലേ, മേലെയും താഴെയും പിന്നെ നടുക്കിലൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തില്ലേ. ഇതില്ല, നടുക്കിലത്തെ പോയിൻ്റ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. ആ നടുക്കിലത്തെ പോയിൻറ്റിന് ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കുക കേട്ടോ. ശരിക്ക് അതേ കൈക്കുഴി പോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ ഇങ്ങനെ പൊന്തി നിൽക്കും, കൈയിൻ്റെ അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പം നമ്മൾ നടുക്ക് നേരത്തെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തില്ലേ, ആ പോയിൻ്റിൽ നിന്ന് കൈക്കുഴിയുള്ള പോയിൻറ്റിലേക്ക് ഇതുപോലെ ഒരു ചെരിവ് കൊടുക്കുക. ആ ചെരിവ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്താ പറയുക, കൈയിൻ്റെ അവിടെ ഇങ്ങനെ കക്ഷം അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കില്ല, നല്ല ഷേപ്പായിട്ട് കിടന്നോളും. ഇപ്പം നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ചുരിദാർ ആദ്യം കട്ട് ചെയ്തു, അതിന് വേണ്ട കഴുത്തിന് വേണ്ട കട്ട് പീസ് കട്ട് ചെയ്തു, നമ്മുടെ കൈ കട്ട് ചെയ്തു. അപ്പോൾ എല്ലാം കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.